ജോസ് പാറപ്പുറമച്ച, ജോൺ ചക്കനാട്ടച്ച, മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, വാത്സല്യ കുഞ്ഞുമക്കളെ, ഒരു ചെറിയ ജോക്ക് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ആരംഭിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ കൂദാശ വചനങ്ങൾക്ക് ശേഷം മാർപ്പാപ്പായ്ക്കും മെത്രാന്മാർക്കും രോഗികൾക്കും ആസന്നമനർക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഈ അവസരത്തിൽ നമുക്കറിയാം, നമ്മൾ മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ. ഒരു വൈദികൻ ആ പ്രാർത്ഥനയിൽ അയോഗ്യനായ ഞങ്ങളുടെ മെത്രാന് വേണ്ടി എന്നാണ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. ഈ വിവരം മെത്രാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛനെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ ആ വൈദികൻ പറഞ്ഞു, പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞ് പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ മെത്രാൻ പറഞ്ഞു, ഞാൻ എൻ്റെ എഴുതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അതിന് പ്രത്യുത്തരമായി ആ വൈദികൻ പറഞ്ഞ ഇപ്രകാരമാണ്, പിതാവേ, അങ്ങ് എഴുതുകൊണ്ടായിരുന്നു ഇപ്രകാരം പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ നല്ല ബോധ്യത്തോടെ തന്നെയാണ് അയോഗ്യനായ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ അവസരത്തിൽ വടക്കേന്ത്യയിൽ എവിടെയോ നടന്ന ഒരു സംഭവം അനുസ്മരിച്ചു കൊള്ളട്ടെ. ഒരു വൈദികൻ തനിച്ച് തന്റെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ടായിരുന്നുകൊണ്ട് വൈദിക വസ്ത്രമല്ല, പാന്റും ഷർട്ടുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. വഴിയിൽ വെച്ച് കുറെ കള്ളന്മാർ അദ്ദേഹത്തിന്റെ കാർ ആക്രമിച്ചു. സാധന സാമഗ്രികൾ ഓരോന്നോരോന്നായി പരിശോധിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സൂട്ട് കേസിൽ അദ്ദേഹത്തിന്റെ വൈദിക വസ്ത്രം അവർ കണ്ടെത്തി. തങ്ങൾ ആക്രമിക്കുന്ന ആ മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ല, ഒരു വൈദികനാണ്, പുരോഹിതനാണ് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആക്രമണ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് അവർ അദ്ദേഹത്തിന് മാപ്പപേക്ഷിച്ചു. അച്ഛന് സന്തോഷമായി, എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് സിഗരറ്റ് വലിക്കാമെന്ന് കരുതി പാക്കറ്റ് പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്ത് താൻ വലിക്കുന്നതിന് മുമ്പ് അവർക്ക് ഓരോന്ന് കൊടുക്കാൻ പരിശ്രമിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന് പറയുകയാണ്, അച്ഛൻ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഇത് നോമ്പുകാലമാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ നോമ്പുകാലത്ത് സിഗരറ്റ് വലിക്കുകയില്ലായിരുന്നു. നോമ്പുകാലത്ത് സിഗരറ്റ് വലിക്കുവാനായി അവരുടെ മനസ്സാക്ഷി അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തന്നെ തങ്ങളുടെ സഹപാഠിയെ ആക്രമിക്കുന്നതിന്, കൊല്ലുന്നതിന് പോലും അവർക്ക് യാതൊരു മടിയുന്നില്ല. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത സ്ഥിതിവിശേഷമാണല്ലോ ആ ആക്രമണങ്ങളിൽ നാം കാണുന്നത്. ഈ അവസരത്തിൽ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കാം. നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. മറിച്ചൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ, അതായത് ആ അക്രമങ്ങളെ പോലെ പറയുന്നത് പ്രവർത്തിക്കാത്ത സ്ഥിതിവിശേഷമാണെങ്കിൽ അത് തിരുത്തി വേണ്ടവിധം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പാറപ്പുറം അച്ഛനെയും ചാക്കനാട്ടച്ഛനെയും എനിക്ക് ഒരുവിധം നല്ല പരിചയമുണ്ട്. ചാക്കനാട്ടച്ഛൻ ജനിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഈ ഇടവകയിലാണ്, അതായത് പറവൂർ ഇടവകയിൽ. അദ്ദേഹം പഠനം നടത്തിയ സ്ഥലങ്ങൾ തെക്കേ പറവൂരുള്ള കാട്ടിക്കുന്ന്, കാഞ്ഞിരമറ്റം, വാഴക്കുളം എന്നിവിടങ്ങളിലാണ്. ഉപരിപഠനം നടത്തിയത് പൂനമാവ്, ബാംഗ്ലൂർ, പൂന, ചെന്നൈ എന്നിവിടങ്ങളിലായിരുന്നു. പരിശീലന സ്ഥലങ്ങൾ വാഴക്കുളം, കളമശ്ശേരി, കറുകുറ്റി, ധർമാനം കോളേജ് എന്നിവയായിരുന്നു. അദ്ദേഹം ജ്ഞാനദീപ വിദ്യാപീഠ പൂനെയിൽ നിന്നും മാസ്റ്റർ ഓഫ് ഫിലോസഫി MPH-ഉം യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്ന് ക്രിസ്ത്യൻ സ്റ്റഡീസിൽ MPhil-ഉം PhD-യും കരസ്ഥമാക്കി. മിഷൻ ചൈതന്യം ഉൾക്കൊണ്ട് ബിജിനോൾ മിഷനിൽ ജോലി ചെയ്യാനായി അങ്ങോട്ട് പോയി. ചാക്കനാട്ടത്തിന്റെ ഹോബി പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്നതായിരുന്നു. പല മിഷൻ സ്റ്റേഷനുകളും ബിജിനോളിൽ അദ്ദേഹം തുടങ്ങുകയുണ്ടായി. ബിജിനോൾ രൂപതയിലും പ്രോവിൻസിലും പല ഉത്തരവാദപ്പെട്ട ജോലികളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മിഷണർമാർക്കെല്ലാം ഒരു നല്ല മാതൃകയാണ്. ചാക്കനാട്ടത്തിനും ഞാനും ഒരു ബാച്ചിൽപ്പെട്ടവരാണ്. പാറപ്പുറമച്ചൻ നല്ലൊരു മാസ്റ്ററാണ്, ഇടവക വികാരിയായിരുന്നു. എപ്പോഴും വളരെ സരസനായ ഒരു മനുഷ്യനാണ്.
ആര് കണ്ട് സംസാരിച്ചാലും ഒരു തമാശ പറഞ്ഞ് വന്നവരെ സന്തോഷിപ്പിക്കും. പിന്നെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരിക്കും. ഉദാഹരണത്തിന് ചെറിയ പൗഡർ ടിൻ, സോപ്പ്, അച്ഛനെ കാണാൻ ചെല്ലുന്നവർക്കൊക്കെ എന്തെങ്കിലും സമ്മാനം കൊടുക്കും. എനിക്ക് ഒരിക്കൽ ഒരു വിസിൽ നിന്നും മറ്റൊരു ദിവസത്തിൽ മുഖം നോക്കുന്ന കണ്ണാടി നിന്നും. അച്ഛന്മാർ കൂടുമ്പോൾ തമാശ പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കും. അതുകൊണ്ട് പാറപ്പുറം അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ജോസ് പാറപ്പുറം അച്ഛനും ജോൺ ചക്കരാട്ടച്ചനും ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി, ദൈവത്തിന് സ്തുതി. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാനെടുത്ത് കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്യക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും.